ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിക്സ് സ്പോർട്സ്. ഇത്തരത്തിലുള്ള കുഞ്ഞു വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാമോ? ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാമത്തെ മത്സരത്തിലും മോശം ബാറ്റിംഗ് ശൈലി പിന്തുടർന്ന് തൻ്റെ വിക്കറ്റ് തുലച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലി. കോഹ്ലിയെ ട്രോളി മുന്നോട്ട് വന്നിരിക്കുന്നത് മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ജരേക്കർ അടക്കമുള്ള ക്രിക്കറ്റ് അനലിസ്റ്റുകളാണ്. ബ്രിസ്ബനിൽ കോഹ്ലി കേവലം 3 റൺസ് മാത്രം സ്കോർ ചെയ്തു. യഥാർത്ഥത്തിൽ സ്ഥിരം ഷോട്ടിന് ശ്രമിച്ച വിക്കറ്റ് കീപ്പറിന്റെ കൈകളിൽ തന്റെ വിക്കറ്റ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ജാഗ്രതയില്ലാതെ കളിച്ചു തന്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് ടീമിനെ തന്നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി എന്നാണ് അനലിസ്റ്റുകൾ വെളിപ്പെടുത്തുന്നത്. ഇന്ത്യക്ക് ഓസീസിന്റെ 445 എന്ന സാമാന്യം ഭേദപ്പെട്ട വലിയ സ്കോർ പിന്തുടരാണ് ഉണ്ടായിരുന്നത്. കോഹ്ലി എന്നത് ടീമിലെ മോസ്റ്റ് സീനിയർ പ്ലെയറുമാണ്, വളരെ പരിചയസമ്പന്നമായ ലോക ബാറ്ററുമാണ്. എന്നാൽ അവിടെ സ്ഥിരം ഷോട്ടിന് ശ്രമിച്ച് കോഹ്ലിയെ പോലെയുള്ള ഒരു വലിയ കളിക്കാരൻ വിക്കറ്റിൽ വീണ്ടും വലിയ പിഴവ് വരുത്തി ഔട്ടാവുക എന്നത് ഗുരുതരമായി കാണാവുന്ന ഒരു കാര്യമാണ്. കോഹ്ലിയുടെ ഷോട്ട് സെലക്ഷന്റെ കാര്യത്തിൽ പല ക്രിക്കറ്റ് എക്സ്പേർട്സും നേരത്തെ തന്നെ ടെസ്റ്റിന് മുൻപേ പലതും പറഞ്ഞു ഉപദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അത് ഇങ്ങനെയായിരുന്നു: ഒരു വർഷത്തിൽ 2 ടെസ്റ്റ് മാത്രം കളിക്കുന്ന ഒരു ബൗളർക്ക് പോലും ഇപ്പോഴറിയാം വിരാട് കോഹ്ലിയെ എങ്ങനെ പുറത്താക്കണമെന്ന്. കാരണം ഒരേ ഷോട്ടുകൾ കോഹ്ലി വീണ്ടും വീണ്ടും അടിക്കുന്നു. പറ്റാത്ത ഷോട്ടുകൾ ഒഴിവാക്കി ഡിഫൻസീവ് ആകുന്നു പോലുമില്ല. ഒരേപോലുള്ള പന്തുകൾ എല്ലാ മത്സരത്തിലും ഒരേപോലുള്ള ഷോട്ടുകൾക്ക് ശ്രമിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയാണ് താരം ചെയ്യുന്നത്. മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ജരേക്കർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ കാര്യം വിരാട് കോഹ്ലിയെ കുറിച്ച് പറയുകയുണ്ടായി. കോഹ്ലിക്ക് തന്റെ തെറ്ററിയാമെന്നും എന്നാൽ അദ്ദേഹം തന്റെ നിർബന്ധത്തിൽ ഉറച്ചു നിൽക്കുക ആണെന്നും അതൊന്നും തിരുത്താൻ പോലും വിരാട് കോഹ്ലി ശ്രമിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീണ്ടും ഒരിക്കൽ കൂടി ബുദ്ധിമാനായ ഓസ്ട്രേലിയൻ ടീം ഹേസൽവുഡിലൂടെ അതേ തന്ത്രം പ്രയോഗിച്ച് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് സ്വന്തമാക്കുകയാണ് ഉണ്ടായത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ദയവായി രേഖപ്പെടുത്തുക.